നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ ഏതായാലും അതിനൊരു പാസ്വേഡ് ഉണ്ടാവും, ഒരു സ്ക്രീൻ ലോക്ക് ഉണ്ടാവും. അതിപ്പം പാറ്റേൺ ആയാലും പിന്നായാലും പാസ്വേഡ് ആയാലും എന്തെന്നായാലും ഒരു ലോക്ക് നമ്മൾ സെറ്റ് ചെയ്യും. അതുകൊണ്ട് ഫോൺ സേഫ് ആയിരിക്കും, സെക്യൂർ ആയിരിക്കും. മറ്റാർക്കും നമുക്കല്ലാണ്ട് മറ്റാർക്കും ഫോൺ തുറക്കാനും ആകില്ല. എന്നാൽ അതിൽ വേറൊരു കാര്യമുണ്ട്. നമുക്കൊരുപാട് മെസ്സേജുകൾ വരും. മെസ്സേജുകളൊക്കെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. നമ്മളെ ഫോൺ ലോക്കാണെങ്കിലും ലോക്ക് ചെയ്ത് ഒരുത്തേൽ വെച്ച ഫോണിലും ഈ മെസ്സേജുകൾ വരും, അതിൻ്റെ നോട്ടിഫിക്കേഷനും വരും. ഈ നോട്ടിഫിക്കേഷനിൽ കൂടെ ആർക്കും നമുക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് മനസ്സിലാക്കാനാവും. സംഭവം തിരിഞ്ഞിക്കുക. ഇപ്പോൾ നമുക്ക് വാട്സപ്പിൽ ഒരാളൊരു മെസ്സേജ് വിടുകയാണെങ്കിൽ ആരാണ് മെസ്സേജ് അയച്ച് എന്താണ് മെസ്സേജ് എന്ന് ലോക്ക് സ്ക്രീനിലെ ആ നോട്ടിഫിക്കേഷനിൽ കൂടെ മനസ്സിലാക്കാനാവും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ? നമുക്ക് ചിലപ്പം വരുന്ന പേഴ്സണൽ മെസ്സേജൊക്കെ നമ്മൾ ഫോണെടുത്തതിൽ വെച്ചെടുത്ത് മറ്റൊരാൾ നോക്കുക അല്ലെങ്കിൽ അറിയുക എന്ന് വെച്ചാൽ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ഓഫ് ചെയ്യുക. എങ്ങനെയാണ് ഓഫ് ചെയ്യേണ്ടത്? അതിന് നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സ് പോയിട്ട് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്തേക്ക് പോവുക, അല്ലെങ്കിൽ ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷനിലാണ് പോകേണ്ടത്. അത് നിങ്ങൾ ഫോണിൽ നോക്കിയിട്ട് കാണുന്നില്ലെങ്കിൽ ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ ഇവിടെ സെർച്ച് ചെയ്താൽ മതി. ഓരോ ഫോണിലും അതിൻ്റെ ലൊക്കേഷൻ വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പം സാംസങ്ങിൻ്റെ ഫോണിലാണ് കാണിക്കുന്നത്. ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നോട്ടിഫിക്കേഷൻ്റെ ഐക്കൺ മാത്രമായിട്ട് കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പം ഐക്കൺ മാത്രം വാട്സപ്പിൽ മെസ്സേജ് വരികയാണെങ്കിൽ വാട്സപ്പിൻ്റെ ഐക്കണും മെസ്സേജ് വന്നിക്കുന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ കാണും. ഡീറ്റെയിൽ എന്ന് കാണിക്കുകയാണെങ്കിൽ വാട്സപ്പിൻ്റെ ഐക്കൺ ഉണ്ടാവും, ആരാന്ന് മെസ്സേജ് എന്നുണ്ടാവും. അത് കൂടാണ്ട് ഹൈഡ് കണ്ടൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ഏത് ഫോണായാലും ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ സെറ്റിങ്സിൽ ഹൈഡ് കണ്ടൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഹൈഡ് കണ്ടൻറ്റ് ഓഫിലാണ് ഉണ്ടാകുക, അതൊന്ന് ഓണാക്കി കൊടുക്കുക. അത് ഓഫിലാണെങ്കിൽ നമുക്ക് വരുന്ന മെസ്സേജുകളൊക്കെ അതിലെ കണ്ടൻറ്റ് അടക്കം നോട്ടിഫിക്കേഷനിൽ കാണും. അത് ഓണാക്കി വെച്ചാൽ, ഈ ഹൈഡ് കണ്ടൻറ്റ് എന്നുള്ളത് ഇത് ഓണാക്കി വെച്ചാൽ നമുക്ക് വരുന്ന മെസ്സേജുകൾ കാണുകയില്ല, ഐക്കൺ മാത്രമേ കാണും. വാട്സപ്പിൽ മെസ്സേജ് വന്നിരിക്കാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ മാത്രമേ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു OTP വന്നിരിക്കാനുള്ള നോട്ടിഫിക്കേഷൻ മാത്രമേ ഉണ്ടാവും, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും നമുക്കൊരു മെസ്സേജ് വന്നിക്കുന്നുള്ള നോട്ടിഫിക്കേഷൻ മാത്രമേ ഉണ്ടാവും. അതാരാണ് അയച്ചത്, എന്താണ് മെസ്സേജ് എന്നൊന്നും ആർക്കും കാണാനാകില്ല. അപ്പം അതാടെ ഓണാക്കിയിട്ടേക്കുക. സംഭവം തിരിഞ്ഞിക്കോ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന മെസ്സേജിൻ്റെ ഒരു ഡീറ്റെയിലും ഫോൺ ലോക്ക് തുറക്കാണ്ട് ലോക്ക് സ്ക്രീനിൽ ആർക്കും ആക്സസ് ചെയ്യാനാകില്ല. അടിപൊളിയല്ലേ? അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നേരം ഫ്ലാഷ്, അതായത് നമ്മളിപ്പം ദൂരത്തിൽ വെച്ച ഫോണാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലാഷ് അടിയുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മളെ ഫ്ലാഷ് ലൈറ്റ് അല്ലെങ്കിൽ സ്ക്രീൻ ലൈറ്റ്, സ്ക്രീന് ഫ്ലാഷ് അടിക്കുക അല്ലെങ്കിൽ ക്യാമറ ഫ്ലാഷ് അടിക്കുക. ഈ രണ്ടിലേതെങ്കിലും ഒരു ഫ്ലാഷ് അടിയുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് നോട്ടിഫിക്കേഷനിൽ ഫ്ലാഷ് നോട്ടിഫിക്കേഷനുള്ള ഓപ്ഷൻ എടുക്കുക. ഇവിടെ ക്യാമറ ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഈ ഭാഗം ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഫ്ലാഷ് അടിയും. പ്രിവ്യൂ നോക്കാം. ഇതാ നോട്ടിഫിക്കേഷൻ വരുന്ന നേരം ഇങ്ങനെ ഫ്ലാഷ് അടിഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ സ്ക്രീൻ ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ അത് ഓണാക്കിയാൽ ഇതാ ഇതിൻ്റെയും കളറും മാറ്റട്ടോ. നമുക്ക് ഇഷ്ടമുള്ള കളറിൽ അതും സെറ്റ് ചെയ്ത് വെക്കാം. അതും അടിപൊളി ഓപ്ഷനാട്ടോ. നമ്മളിപ്പം ഫോൺ ദൂരോട്ട് എടുത്തതിൽ വെച്ചെടുത്തുന്നുണ്ടെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ സൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഫോൺ സൈലൻ്റ് ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാഷ് കൊണ്ട് രാത്രി വെക്കാണ്ട് പ്രത്യേകിച്ച് നല്ല ഇരുട്ടത്ത് ഒരു ഫ്ലാഷ് അടിയുന്നേരം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് ഏതൊരു നോട്ടിഫിക്കേഷൻ വരുന്നേരവും ഏതെങ്കിലും ഒരു ഫ്ലാഷ് അടിയുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാം. നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനൊന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൂടാത്ത ചങ്ങായിമാരുണ്ടാകുമല്ലോ, ഓലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.